അല്ല ഫ്രണ്ട്സ്, വാലിബൻ റിലീസായ സ്ഥിതിക്ക് ഇനി എല്ലാവരും നോക്കുന്നത് ലിയോ വന്ന് കേരളത്തിൽ ഇട്ടുപോയ ചരിത്ര റെക്കോർഡ് മറികടക്കുമോ എന്നാണ്. പക്ഷെ അതിന് ചാൻസ് ഉണ്ടോ? അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ അത് നടക്കത്തില്ല. കാരണം വാലിബൻ്റെ കേരള ഫസ്റ്റ് ഡേ പ്രീ സെയിൽ ഏകദേശം ഒരു 3.5 കോടിക്ക് മുകളിൽ വരും. FD എത്ര വരുമെന്ന് നാളെ അറിയുള്ളൂ. എന്നാൽ ലിയോയ്ക്ക് കേരളത്തിൽ പ്രീ സെയിൽ മാത്രം 9.5 കോടിക്ക് മുകളിലുണ്ടായിരുന്നു. FD ആയിട്ട് വന്നത് 12 കോടിയാണ്. പ്രീ സെയിൽ ഡിഫറൻറ്റ് വെച്ച് തന്നെ നമുക്കറിയാം ലിയോയെ തകർക്കാൻ മലയങ്കോട്ട വാലിബിന് പറ്റത്തില്ല എന്ന്. തിയേറ്റർ കൗണ്ടിലായാലും സ്ക്രീൻ കൗണ്ടിലായാലും എല്ലാത്തിലും ലിയോ മുകളിൽ നിൽക്കുന്നതും ലിയോയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. വാലിബിന് ഗംഭീര റിപ്പോർട്ട് വന്നാൽ പോലും നോ ചാൻസ് ബീറ്റ് ലിയോ FD. ഇനി ലിയോ ഇട്ട റെക്കോർഡ് പൊട്ടിക്കണമെങ്കിൽ മോഹൻലാലിൻ്റെ എമ്പുരാൻ തന്നെ റിലീസ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ബിലാൽ റിലീസ് ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് ഈ റെക്കോർഡ് മറികടക്കാൻ ചാൻസ് ഇല്ല. ഇനി മറികടക്കാൻ ഈസി ഉള്ളത് വിജയുടെ ഒരു കരിയർ പടം വീണ്ടും വരണം. വിജയ് അല്ലെങ്കിൽ മോഹൻലാൽ എന്തായാലും ഈ റെക്കോർഡ് മറികടന്നിരിക്കും. കേരളത്തിൽ ഫസ്റ്റ് ഡേ തൊട്ട് വീക്കെൻഡ് റെക്കോർഡ് വരെ തമിഴ് പടമായ ലിയോയുടെ പേരിലാണ്. വീക്കെൻഡ് റെക്കോർഡ് ഒരു പക്ഷേ വാലിബൻ പോസിറ്റീവ് ആണെങ്കിൽ നേടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഫാസ്റ്റസ്റ്റ് കേരള 50 കോടിയും ലിയോയുടെ പേരിലാണ്. അപ്പോൾ അത് റെക്കോർഡ് തകർക്കാനും മലയങ്കോട്ട വാലിബിന് പോസിറ്റീവ് വന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും FD തകർക്കാൻ തീരെ ചാൻസ് ഇല്ല. അപ്പോൾ ഇനി എത്ര വർഷം എടുക്കും ആ റെക്കോർഡ് പൊട്ടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ല് കാണുന്ന കാര്യവും പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.